ആരെ കണ്ട ഒരാൾ ഫോണും നോക്കി കാപ്പി കുടിക്കുന്നു. ശരണ്യ ഒത്തിരി നേരം ഫോണിട്ട് നോക്കണ്ട. കമന്റ് വായിക്കുകയാണല്ലേ ഇങ്ങനെ ഇരുന്ന്. കട്ടാക്കിയ എന്നെ കണ്ടത്. പിന്നെ ഇന്ന് എന്നാണ് കാപ്പിക്ക്? കൂട്ടുകാരോട് ഒന്നും പറഞ്ഞില്ലല്ലോ. ഹായ് കൂട്ടുകാരെ, ഷിജുച്ചാന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് എന്നാണ് കാപ്പിക്കെന്ന് ഞാൻ അടുക്കളയിൽ പോയി നോക്കട്ടെ. ശരണ്യനെ പിന്നെ അടുക്കള അങ്ങനെ കേറ്റുന്നില്ല ഇന്ന്. അത് കാരണം ശരണ്യൊക്കെ അറിയാൻ മേല ഇന്ന് എന്നാണെന്നല്ലേ. നമ്മ എന്തൊക്കെ ചെയ്യുന്നുണ്ട് നോക്കട്ടെ. ഞാനൊന്ന് പോയിട്ട് വരാം. അങ്ങോട്ട് പോയേക്കാം. അമ്മ അമ്മ ഇന്ന് എന്നാണ്? ഉപ്പുമാവാ? കണ്ടാ കൂട്ടുകാരെ അങ്ങനെ ഉപ്പുമാ. ഇതിൽ ക്യാരറ്റ് ഇടണം അമ്മ. ക്യാരറ്റ് ഇട്ട അടിപൊളിയാണ്. അപ്പൊ അങ്ങനെ നമ്മുടെ ഉപ്പുമാവ് റെഡി. എനിക്ക് എന്നാണമ്മ? ആ അല്ലല്ലേ ശരണ്യ അടുക്കള ഇതെന്ത് ചെയ്യാണ്? ഇതെന്താണ് ഈ കാണിക്കണത്? ഇതെന്താ? എനിക്ക് മീൻ വെട്ടാൻ വേണ്ടിയാണ്. ശരണ്യനെ മേളിൽ കയറ്റി ഇരുത്തിയച്ചോ? എനിക്ക് തോന്നി ശരണ്യ അടുക്കള എന്തോ ചെയ്യണം കണ്ടിട്ട് ഞാൻ വീഡിയോയുമായിട്ട് വന്നത്. ഞാൻ ഓർത്ത് വല്ല പാചകം ചെയ്യാൻ പോണാന്ന്. നേരാണ്. മറ്റേ രാവിലെ ഇട്ട നൈറ്റിയല്ലേ? മീൻ വെട്ടണ നൈറ്റിയാണോ ഇത്? എന്നാ ഒരു പണി അമ്മ, എന്നാ മീനാണോന്ന് നമ്മുടെ കൂട്ടുകാരെ ഒന്ന് കാണിച്ചു കൊടുത്തേ. എന്നാണ് ശരണ്യ? മങ്കട അല്ല, വങ്കട. ഇത് പൊളിക്കണ മീനാണ്. അത് രണ്ടെണ്ണം ഉണ്ടല്ലോ. ഒന്ന് കൂട്ടുകാരെ രണ്ടും ചട്ടിയിലാക്കി കാണിച്ചു കൊടുക്ക. അമ്മ ഒരു നൈറ്റിയുടെ പുറത്തൊന്ന് ഇട്ടിട്ടുണ്ടാണ്. കടാ, രണ്ട് വങ്കടയാണ് കിട്ടിയത്. കൂട്ടുകാരോർക്ക് എന്താണ് ഇവർക്ക് എപ്പോഴും മീൻ വേണം, മീൻ വേണം. കാരണം ഇവിടെ നമ്മുടെ ടോബിക്ക് ഒരു കഷ്ണം മീനില്ലാതെ അവൻ ചോറ് തിന്നിയാല. ഇതേ ഇവിടെ ഇരിക്കുന്ന നമ്മുടെ ശരണ്യ കുഞ്ഞിനും ഇച്ചിരി മീന് വേണം, അല്ലാതെ പച്ചക്കറി മാത്രം. പിന്നെ പച്ചക്കറി ഉണ്ട് കേട്ടാ. അതെ, പച്ചക്കറിയും കാണിച്ചു തരാം നമ്മുടെ കൂട്ടുകാരെ. അതുകൂടി ഞാൻ കാണിച്ചു കൊടുക്കാം. അമ്മ മീൻ വെട്ടിക്കോ? പച്ചക്കറി ഉണ്ട്. ഞാനിന്ന് ചീരയാണ് വെക്കണം. ബീൻസ് മേടിച്ചോണ്ട് വെച്ചിട്ടുണ്ട്. അതെ, ബീൻസും ഉണ്ട്, തക്കാളി ഉണ്ട്. ശരിയാ, ഞാൻ ഇന്ന് ചീരയാണ് വെക്കണം. ചീര ഇരിപ്പുണ്ട്. ആ ശരി ശരി. അല്ല ചീത്തയായി പോകുകയല്ലോ. ആ നേരാ. പിന്നെ അമ്മേ, ഇന്ന് നമ്മുടെ ചേട്ടൻ രാവിലെ തന്നെ വിളിച്ചല്ല, കണിച്ചുകുളങ്ങര അമ്പലത്തിൽ പോണോന്നും പറഞ്ഞു. കണിച്ചുകുളങ്ങര പോണെന്നും പറഞ്ഞ് ചേട്ടനും ചേട്ടത്തിയൊക്കെ വിളിച്ച് പിള്ളേരും ഒക്കെ. ശരണ്യൊക്കെ മേലാത്ത കൊണ്ട് അങ്ങനെ ഒരു സന്തോഷമായിട്ടുള്ള പോക്കൊന്നും അല്ല. ശരണ്യനെ ഞാൻ എല്ലാവരും വിടിയേയില്ല. കാരണം ഈ തലകറക്കമൊക്കെ ഉള്ളപ്പോൾ തിരക്കുള്ള പാട്ടി പോകാൻ പാടില്ല. അതുകൊണ്ട് ശരണ്യനെ വിടിയല്ല. അമ്മയും അച്ഛനും, കാരണം അവര് വിളിച്ചതല്ലേ, മൂത്ത മോനല്ലേ. അപ്പൊ അവരുടെ അല്ല, മൂത്ത മകനൊക്കെ വിളിക്കുമ്പോ അച്ഛൻ, നമ്മളെല്ലാരെയും കൂടിയാണ് വിളിച്ചത്. പക്ഷെ എന്നാലും ശരണ്യക്ക് മേലാത്ത കൊണ്ടല്ലേ. അപ്പൊ അച്ഛനും അമ്മയൊക്കെ അവരുടെ കൂടെയും പോകണ്ടേ എല്ലായിടത്തും. അങ്ങനെയാണ് വേണ്ടത്. ശരണ്യ ഇല്ലാത്തോണ്ട് പോകാൻ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒരു വിഷമം. അങ്ങനെ ചിന്തിക്കണ്ട. പിന്നെ അവരുമായിട്ടൊന്ന് പോയി തൊഴുതും പോരാല്ലോ. അതെ, അമ്മ ചെന്ന് തൊഴുത് ശരണ്യൊക്കെ കഴിക്കണം. ശരണ്യ പറഞ്ഞ കേട്ടാ, മീൻ വെട്ടുമ്പോ ഇങ്ങോട്ട് നോക്കി കൈ മുറിക്കല്ലേ എന്ന്. എന്ത് സ്നേഹാണെന്ന് നോക്കിക്ക്. അല്ലേ അല്ലേ? എന്നാലും എന്റെ ശരണ്യയുടെ മുഖത്തെ ചിരിയൊക്കെ വന്നപ്പോഴാണ് ഒരുപാട് സന്തോഷായത്. ശരണ്യ അടുക്കള വന്നു കഴിഞ്ഞാൽ പിന്നെ ചുമ്മാ ഇരുന്നാലും കുഴപ്പമില്ല. അടുക്കള വന്നാലേ അടുക്കള ഉണരുള്ളു. അതാണ്. അപ്പൊ നമുക്കിത് മീൻ വെട്ടിയിട്ടൊക്കെ കാണിച്ചു. അമ്മയും മോനും കൂടിയാ മീൻ വെട്ട് അല്ലേ? അമ്മേനെ സഹായിക്കണം. നമുക്കിത് പൊളിക്കാൻ നമുക്ക് നിന്നുണ്ടോ അങ്ങനെ ചെയ്യാൻ പറ്റിയല്ല. എന്റെ ശരണ്യൊക്കെ മേലാത്താറിന് പാവ അച്ഛൻ അവിടെ ഒറ്റക്ക് പാക്കിങ്ങിലാണ് കേട്ടാ. ഇതിങ്ങനെ പൊളിച്ചടിക്കുകയാണ് ഞാൻ. ഇങ്ങനെ എനിക്കാണെങ്കിൽ ഇതേ കണ്ട ശരണ്യനെ വഴക്കിടിയാണ് ഈ ഉടുപ്പ് ഇട്ടണ്ട് ഈ കാണിക്കണേന്ന്. പക്ഷെ ഇത് കഴുകാനുള്ളതാണ്, അത് കാരണമാണ് ഇങ്ങനെ ചെയ്യണത്.
ഇതാകുമ്പോഴുണ്ടല്ല കൂട്ടുകാര് പെട്ടെന്ന് പരിപാടി നടക്കും. ഇതിങ്ങനെ അങ്ങോട്ട് തീർത്ത് അങ്ങോട്ട് ശരണ്യൻ എന്നെ കാണിച്ചു തന്നത് ഇങ്ങനെ ഇത് കണ്ട കൂട്ടുകാർ ഇങ്ങനെ തെറുത്തെടുക്കും കണ്ട. ആഹാ കണ്ട അങ്ങോട്ടൊക്കെ അഴുക്കാകും. ഞാൻ വെച്ച് അങ്ങോട്ട് അമ്മ ഇത് കണ്ട അമ്മ ദേശയൊക്കെ പോയെന്ന് എന്നെ പറയരുത്. കണ്ട എന്റെ മുഖത്ത് ധരിപ്പിക്കല്ലേ. ഇന്ന് കുളിച്ച് സൂപ്പർ കണ്ട. ഇങ്ങനെ പെണ്ണുങ്ങൾ പോലും വെട്ടിയടിക്കുകയല്ല ഇങ്ങനെ. പെണ്ണുങ്ങളെ മാത്രം കുറ്റം പറയല്ലേ. കണ്ട കിട്ടുകാരെ കണ്ട. എനിക്ക് ഇതൊരു ത്രില്ലായി കേട്ടെ. അമ്മ ഭാര്യ ചട്ടിക്കതാട്ടോ, അതിന്റെ അകത്ത് ചട്ടി ഇരിപ്പുണ്ട് കേട്ടോ. ടേസ്റ്റ് ഇടുന്ന ചട്ടിയിലാണ് ഇടുന്നത്. അതേ കണ്ടോ ചട്ടി ഇരിപ്പുണ്ട് ഇതില്. ഞാനും തെറ്റിദ്ധരിക്കല്ലേ, എല്ലാം അങ്ങോട്ട് വായിട്ട് വന്നു പാത്രം കഴുകുന്ന. അപ്പൊ ഇന്ന് ഞങ്ങള് ഞായറാഴ്ച ഇങ്ങനെ ഇറച്ചിയൊന്നും മേടിക്കുന്നില്ല. ഒത്തിരിയൊക്കെ കഴിച്ചതല്ലേ. ഇനിയിപ്പോ അങ്ങോട്ട് ചെറിയ രീതി കുറച്ച് ഐറ്റത്തിലായിട്ട് സ്ലോ ആയി അല്ലേ. ആണെന്നേ അമ്മേനെ ഏൽപ്പിച്ചിരിക്കുന്നു. നീ പോയി കുളിച്ച പാലിൽ നനയ്ക്കായിരുന്നു. അപ്പൊ കൂട്ടുകാരെ എന്റെ പരിപാടി തീർന്ന് ഇനി കുളിക്കുക. അതുകൂടാതെ നല്ല പച്ച ബീൻസ് ഉണ്ട്, തക്കാളി ഉണ്ട്. ഇതൊന്നും ഇന്ന് എടുക്കുന്നില്ലേ ശരണ്യ? എടുക്കുന്നില്ല, ചീര എടുക്കും. ചീരയുള്ള കൊണ്ടല്ലേ അവിടെ അന്നത്തെ ചീര കഴുകി വഴുതി വെച്ചിട്ടുണ്ട്. അത് വെക്കാം. എന്നെ അമ്മേ ഇത് കഴുകി തീർന്നില്ലേ അമ്മ? കണ്ട അതെ അമ്മതേ കഴുകി റെഡിയാക്കിയിരിക്കണ കണ്ട. അങ്ങനെ കഴുകിക്കൊണ്ടിരിക്കുകയാണ് പിന്നെയും. അതെ ഇതേ കണ്ട നമ്മുടെ അച്ഛൻ്റെ കണ്ട. അച്ഛൻ്റെ സെയില് പോകാനായിട്ടൊക്കെ റെഡിയായി. അച്ഛൻ തന്നെയല്ല ഞാനും പോകുന്നുണ്ട് കൂട്ടത്തിൽ. അച്ഛാ നമ്മുടെ കൂട്ടുകാരോട് എന്നാണ് പറയാനുള്ള? ഞാൻ പറയാനാണ് സെയില് പോകാൻ വേണ്ടിയാണ്. കാര്യം ഞായറാഴ്ച ആണെങ്കിലും ഒരു കുറച്ച് കടയിൽ കൊടുക്കാതിരിക്കാൻ പറ്റിയ വിളി വന്നിട്ടുണ്ട്. ഈ ഉത്സവ സീസൺ ആയതുകൊണ്ട് അതെ അതെ ഞാൻ രാവിലെ ഒട്ടിച്ച് തിരക്കിലായിരുന്നു. ഇവര് വീഡിയോയിലൊക്കെ കയറി കാര്യങ്ങൾ. അപ്പൊ അന്നേരം എന്നെ വിളിച്ചെങ്കിലും എനിക്ക് അങ്ങോട്ട് ഈ ഒരു നമ്മള് പോകാൻ ടൈം കിട്ടുന്നില്ല. ഇപ്പൊ ഞാൻ ഉച്ചയ്ക്കുമ്പോഴും കൂടി ഇവിടെ കൊടുക്കാനായിട്ട് പോയപ്പോഴാണ് ഈ വീഡിയോ എടുക്കുന്നത്. അതെ അപ്പൊ നമുക്ക് സെയിൽ പോയി വന്നിട്ട് ബാക്കി വീഡിയോ എടുക്കാം. അപ്പൊ അമ്മ ആ നേരത്ത് കറിയൊക്കെ വെച്ചേരെ. കേട്ടാ ശരണ്യ ഇരിക്കുന്ന ഇരിപ്പ് കണ്ട നമ്മുടെ ശരണ്യ. പിന്നെ മൂത്ത മകനും മകളൊക്കെ മക്കളെ വിളിച്ചപ്പോ പോകാതിരിക്കാൻ പറ്റുമോ? അതെ 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 ശരണ്യനെ കൊണ്ടുപോയി. ശരണ്യ ഒന്നുകൂടി ഒന്ന് സുഖമായിട്ട് ശരണ്യനെ കൊണ്ടുപോകും. അത് നമുക്ക് 7-ാം പൂജക്ക് ഇടക്ക് പോകും കേട്ടാ. നേരം പോവാം. ഓക്കെ ശരണ്യ അതുകൊണ്ട് വിഷമിക്കണ്ട കേട്ടാ. അതെ അതെ അപ്പൊ അതൊക്കെയാണ് ഞങ്ങളുടെ ഇന്നത്തെ അല്ലേ ഞായറാഴ്ചത്തെ വിശേഷങ്ങളൊക്കെ. അപ്പൊ അമ്മ അടിപൊളിയായിട്ട് കറി വെച്ചേരുന്നു. കറി വെക്കണം. വീഡിയോ എടുക്കാൻ ഞാൻ ഉണ്ടാകത്തില്ല. ഞങ്ങളപ്പോ സെയിൽ പോയിട്ട് വേഗം വരാവേ. ശരണ്യ ഞങ്ങള് സെയിൽ കഴിഞ്ഞ് വന്ന് കറിയൊക്കെ റെഡി ആയല്ലേ? എന്നെ കാണിക്കാനായിട്ട് എടുത്തൊക്കെ വെച്ചിരിക്കുകയാണല്ലേ. നല്ല മുളകിലി വെച്ച വങ്കട. പിന്നെ എന്നാണ് ചീരത്തോരൻ കണ്ടാ. നല്ല അടിപൊളി ചീരത്തോരൻ, സൂപ്പർ തോരൻ അല്ലേ? അപ്പൊ ഇന്ന് 2 കറിയൊക്കെ ഉള്ളു. പിന്നെ അച്ചാറുണ്ട്. അപ്പൊ കൂട്ടുകാരെ ഇതൊക്കെയാണ് ഞങ്ങളുടെ ഇന്നത്തെ തീരെ ചെറിയ വീഡിയോ. ഞങ്ങളുടെ ചെറിയ വീഡിയോ ഇത്രയുള്ളൂ. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ടൊക്കെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും സുഖം തന്നെയല്ലേ? സുഖം തന്നെ. അപ്പൊ അടുത്ത വീഡിയോക്ക് വരെ ബൈ.